നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞ കാർഡുടമകൾക്ക് മാത്രം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് മാത്രം കിറ്റ് നൽകാൻ തീരുമാനമായത്. 6 ലക്ഷം കാർഡുടമകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക. കഴിഞ്ഞ വർഷവും മഞ്ഞ കാർഡുടമകൾക്ക് മാത്രമാണ് കിറ്റ് നൽകിയത്. മഞ്ഞ കാർഡുകാർ കൂടാതെ അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കും. റേഷൻ കടകളിലൂടെയാകും കിറ്റുകൾ വിതരണം ചെയ്യുക. സംസ്ഥാനത്ത് ഏകദേശം 6 ലക്ഷം മഞ്ഞ കാർഡ് ഉടമകളാണുള്ളത്. ഇവർക്ക് മാത്രം സൗജന്യ ഓണക്കിറ്റ് നൽകാൻ 35 കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് കണക്ക്. ഓണക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാകുക എന്നതിൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി ഫ്ളാറ്റിൽ നിന്ന് വീണ യുവാവിന് ദാരുണാന്ത്യം. കോട്ടയം ഭരണങ്ങാനത്ത് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കോതമംഗലം സ്വദേശി അമ്പാടി സന്തോഷാണ് മരിച്ചത്. ഭരണങ്ങാനം മേരിഗിരി ജംഗ്ഷനിൽ ഫ്ളാറ്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം മുറിയെടുത്തതായിരുന്നു അമ്പാടി സന്തോഷ്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതായിരുന്നു 5-അംഗ സംഘം. ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. മൃതദേഹം ഭരണങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിലിരുന്ന് സംസാരിക്കവേ 2-ാം നിലയിൽ നിന്ന് AC തലയിൽ വീണു. 18-കാരന് ദാരുണാന്ത്യം. ഫ്ളാറ്റിന്റെ 2-ാം നിലയിൽ നിന്ന് എയർ കണ്ടീഷൻ തലയിലേക്ക് വീണ് 18-കാരന് ദാരുണാന്ത്യം. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡൽഹിയിലെ കരോൾ ബാഗിലാണ് സംഭവമുണ്ടായത്. 18-കാരനായ ഡോരിവാല സ്വദേശി ജിതേഷാണ് മരിച്ചത്. കെട്ടിടത്തിന് താഴെ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നതിനിടെ യുവാവിന്റെ തലയിലേക്ക് AC പതിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സുഹൃത്തിനെ കണ്ട് പുറത്തേക്കിറങ്ങിയതായിരുന്നു ജിതേഷ്. സുഹൃത്തിനെ ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതിനിടെ AC നേരെ തലയിൽ പതിക്കുകയായിരുന്നു. വ്യാജ NCC ക്യാമ്പ്. പെൺകുട്ടികളെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. വ്യാജ NCC ക്യാമ്പിൽ 13 പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി. ക്യാമ്പ് ഓർഗനൈസർ, സ്കൂൾ പ്രിൻസിപ്പൽ, 2 അധ്യാപകർ എന്നിവരുൾപ്പെടെ 11 പേർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. സ്വകാര്യ സ്കൂളിന് NCC യൂണിറ്റ് ഇല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് സംഭവം. ഈ മാസം ആദ്യം നടന്ന ത്രിദിന ക്യാമ്പിൽ 17 പെൺകുട്ടികൾ ഉൾപ്പെടെ 41 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പെൺകുട്ടികളുടെ 1-ാം നിലയിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിലും ആൺകുട്ടികളെ താഴത്തെ നിലയിലുമാണ് പാർപ്പിച്ചിരുന്നത്. ക്യാമ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ അധ്യാപകരെ നിയോഗിച്ചിരുന്നില്ല. ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയാണ് ലൈംഗികമായി പീഡിപ്പിച്ചതാണ് പെൺകുട്ടികൾ പറഞ്ഞത്. സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടും മൂടിവെക്കാൻ ശ്രമിച്ചു. പോലീസിനെ അറിയിക്കാതെ മൂടിവെച്ചുവെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് P. തങ്കദുരൈ പറഞ്ഞു. പോക്സോ കേസാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദുരന്തബാധിതരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളണം. ആവശ്യവുമായി മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തുള്ളവരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ അധഭാഗ്യരെടുത്ത വായ്പകൾ ഓരോ ബാങ്കുകൾ ആകെ കൊടുത്ത വായ്പയുടെ ചെറിയ ഭാഗം മാത്രമാണ്. ദുരന്തമുണ്ടായത് ചെറിയ ഭൂപ്രദേശത്താണ്. അവിടെയുള്ളവരുടെ വായ്പയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവർക്കിപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിൽ മാതൃകാപരമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. വായ്പകളുടെ കാര്യത്തിൽ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണമെന്നും SLBC യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.